ഹലോ എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ ഇന്ന് പിന്നെ ഒരു മെഴുക്ക് പുരട്ടി കാണിച്ചു തരാം. മെഴുക്ക് ഞങ്ങളുടെ നാട്ടിൽ ഉപ്പേരി എന്നൊക്കെ പറയും, ഇങ്ങോട്ടൊക്കെ മെഴുക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ മെഴുക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇത് കണ്ടോ. ഇത് കണ്ടാൽ മുല്ലമുട്ട് പോലെ തോന്നുമല്ലേ, പക്ഷേ ഇതെന്താണെന്നറിയോ, നിത്യവഴുതന. ചില ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. അപ്പം ഇത് വെച്ചിട്ട് നമുക്കിന്നൊരു മെഴുക്കുണ്ടാക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നിത്യവഴുതന അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ സവാള ഇതേ കണക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ അതേ നമ്മുടെ കാന്താരി ഉണ്ടല്ലോ, കാന്താരി അരിഞ്ഞെടുത്തു, കറിവേപ്പില കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് ഈ നിത്യവഴുതന എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും, യൂട്യൂബിൽ നോക്കിയാലൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുകയാണ്. നമുക്കിനി എണ്ണ ചൂടായിട്ടുണ്ട്, കുറച്ച് കടുക് ഇട്ട് കൊടുക്കണേ. കടുകൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് സവാള, കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ ഞാൻ സവാളയും അതുപോലെ കാന്താരിയും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നിത്യവഴുതന ഉണ്ടല്ലോ അരിഞ്ഞു വെച്ചത്, അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടോ, നിത്യവഴുതന എല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ഇടയ്ക്കിട്ടൊന്ന് ഇളക്കി നോക്കണം കേട്ടോ, തുറന്ന് നോക്കണം. ആ വെള്ളം പുറത്ത് കളയണ്ട കേട്ടോ, അതിൽ തന്നെ കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇളക്കി കൊടുത്തു. ഒരു 5 മിനിറ്റും കൂടി വേവണം കേട്ടോ. വേവായിട്ടുണ്ട്, ഒരു 5 മിനിറ്റും കൂടി വെന്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇടാതെ ഇങ്ങനെ വെള്ള കളറിൽ കാണുന്നത് അയക്കാർക്ക് ഇഷ്ടം. മഞ്ഞൾപ്പൊടി ഇടുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കുറച്ച് ഇട്ടിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഓഫ് ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വഴുതന അല്ലല്ലോ, നിത്യവഴുതന മെഴുക്ക് പുരട്ടി. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കി ഒന്ന് ഇളക്കട്ടെ. അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതെ, അപ്പോൾ നമ്മുടെ ഈ നിത്യവഴുതന ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നിത്യവഴുതന വെച്ചിട്ട് മെഴുക്ക് മാത്രമല്ല കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്കിത് തോരൻ ഉണ്ടാക്കാം, അതുപോലെ വറുത്തരച്ച് കറി ഉണ്ടാക്കാം, അങ്ങനെ എല്ലാ രീതിയിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നിത്യവഴുതന ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല മെഴുക്ക് പുരട്ടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.